ഉടുത്തൊരുങ്ങി പോകുന്നത് എങ്ങോട്ടേക്കാന്നല്ലേ? നമ്മളിപ്പോൾ ഗുരുവായൂരാണുള്ളത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ. ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള യാത്രയാണിത്. മംഗലാപുരത്തു നിന്ന് കോയമ്പത്തൂർ വരെയുള്ള കോയമ്പത്തൂർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ കയറിയത്. കുറ്റിപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്തു. കുറ്റിപ്പുറം ഇറങ്ങിയാൽ ബസ് സ്റ്റാൻഡ് അതിൻ്റെ അടുത്ത് തന്നെയാണ്. കുറ്റിപ്പുറത്ത് നിന്ന് ഗുരുവായൂരേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. കുന്നംകുളം വഴിയുണ്ട്, അല്ലാത്തതുണ്ട്. നമ്മൾ കുന്നംകുളം വഴിയല്ല പോയത്. വൈകുന്നേരം 5:45 അമ്പനാട് എത്തിയത്. എൻ്റെ നേരെ റൂം എടുക്കാൻ പോയി. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന മാധവ് ഇന്ന് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. റൂമൊക്കെ അടിപൊളിയായിരുന്നു. 800 രൂപയാണ് ഇവിടെ ചാർജ് വന്നത്. നല്ല വൃത്തിയുള്ള റൂം തന്നെയായിരുന്നു ഉണ്ടായത്. ഒരു രാത്രി നിൽക്കേണ്ട ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ടായിനി. 24 അവർ നമുക്ക് ഇവിടെ നിൽക്കാം. ചെക്ക് ഔട്ട് ടൈം 24 അവർ കഴിഞ്ഞിട്ടാണ്. പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കിഞ്ഞു. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം. വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മേൻ്റെ ബാഗിൽ നിന്ന് വീട്ടിലേക്ക് ഉണ്ടായ കക്കരിക്ക എടുത്തന്നു. നമുക്കെല്ലാവർക്കും ഓരോ കഷ്ണം തന്ന് അമ്മ കക്കരിക്ക തീർത്തു. നമ്മൾ നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങി. സാരി എടുത്തു കഴിഞ്ഞാൽ മുല്ലപ്പൂ ഇല്ലാണ്ട് എന്ത് അമ്പലം വിസിറ്റ് അല്ലേ? അപ്പോൾ ഒരു ചെറിയ പീസ് മുല്ലപ്പൂവും കൂടി വാങ്ങിച്ചു. ഇതിനു മുമ്പ് ഞാൻ ഗുരുവായൂർ പോയ ചെറുപ്പത്തിലാണ്. അന്നേരം ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ചന്തയും കളിപ്പാട്ടും ഒക്കെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരല്. എനിക്ക് ഓർമ്മയുണ്ടാകുന്നേരം അമ്മമ്മേൻ്റെ കൈ പിടിച്ചിട്ട് ഈ ചന്തേൻ്റെ മുമ്പിലേക്ക് കൂടി എല്ലാം നടന്നത്. പിന്നെ മാധവിക്കുട്ടീൻ്റെ ബാല്യകാല സ്മരണകളൊക്കെ വായിച്ചപ്പോൾ പിന്നെ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മാധവിക്കുട്ടിയുടെ കുട്ടിക്കാലം ആ പുസ്തകങ്ങളൊക്കെയാണ്. പുന്നിയൂർക്കുളവും ആ തറവാടും നീർമാതളൊക്കെ ആർക്കും മറക്കാൻ പറ്റുമല്ലേ? മൊബൈലും ബാഗെല്ലാം പുറത്ത് കൗണ്ടറിൽ കൊടുത്തിട്ടാണ് ഉള്ളിൽ കയറാൻ. ഒരു മൊബൈലിന് 10 രൂപയാണ് ചാർജ് വരുന്നത്. നല്ല തിരക്കായിട്ട് നമ്മൾ നാലമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ല. പുറത്തുനിന്ന് മാത്രം തോതിട്ട് ഇറങ്ങി. സ്പെഷ്യൽ എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ സ്പെഷ്യൽ എൻട്രിക്ക് 1000 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അതിൻ്റെ ഇടയിൽ അമ്മേൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് നമ്മൾ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിൽ കയറി. അവിടെ ചെരുപ്പ് ഇടയെല്ലാം കുറവാണെന്നുണ്ടായിനി. അതിൻ്റെ നേരെ പോയ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ രാവിലെ പുലർച്ചക്ക് 2:30 ഉറങ്ങിയണീച്ചാൽ മാത്രമേ ഉള്ളിൽ കയറിയിട്ട് തോവാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോയത്. കാരണം നാളെ രാവിലത്തേക്കുള്ള ക്യൂ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷെ രാവിലെ എണീച്ചുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായിട്ടാണ്. ഇന്നലത്തെ പോലെ തന്നെ നല്ല ക്യൂ ആയിരുന്നു ഇന്നും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് മാത്രം തൊഴുതിയിട്ട് അമ്പലക്കുളം നോക്കാൻ പോയി. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിനും നല്ല ക്യൂ ആയിരുന്നു. പുലർച്ചെ 3 മണി രാത്രി 7 മണിയൊക്കെ ഇവിടെ ഒരുപോലെ തന്നെയാണ്. പുലർച്ചെയായിട്ട് നല്ല ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട്. എൻ്റെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയ ശയന പ്രദക്ഷിണം ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഗുരുവായൂർ വന്ന മമ്മിയൂർ അമ്പലത്തിൽ പോകണമെന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മമ്മിയൂരേക്ക് പോയി. നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനും ഇവിടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. മമ്മിയൂരേക്ക് പോകാൻ പറ്റാത്തവർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തന്നെ ഏതൊരു ദിശയിലേക്ക് നോക്കി തൊഴുത് കഴിഞ്ഞാൽ മമ്മിയൂർ അമ്പലത്തിലേക്ക് പോയ പോലെയായി എന്ന് പറയലുണ്ട്. ഈ 2 അമ്പലവും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് മമ്മിയൂർ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഇവിടെയും ഫോൺ പുറത്ത് വെച്ചാൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റൂ. ഇവിടെ 5 രൂപയാണ് ചാർജ് വരുന്നത്. രാവിലെ ഉറങ്ങി എണീച്ചുകൊണ്ട് തന്നെ 5 മണിയാകുമ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു. പിന്നെ തൊട്ട് മുമ്പിലുണ്ടായ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറി. കുറേ ദൂരം നടന്നുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ ആക്കം വളരെ വലുതായിരുന്നു. ഇത്ര പുലർച്ചയ്ക്ക് ഈടെല്ലാം ഹോട്ടൽ തുറന്നിട്ടുണ്ട്. ഗുരുവായൂർ ഉറങ്ങാറില്ല എന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ റൂം എടുത്ത KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ബസ് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു. പുലർച്ചയ്ക്ക് തന്നെ അവിടെ ബസ്സും ഉണ്ടായിന്. നമ്മൾ തിരൂരേക്കാണ് പോകുമ്പോൾ ടിക്കറ്റ് എടുത്തത്. തിരൂരിൽ നിന്ന് പിന്നെ ട്രെയിനിന് നാട്ടിലേക്ക്. ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ആടുന്ന് കണ്ണൂരേക്കോ കാസർഗോഡേക്കൊന്നും ട്രെയിനില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.